ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമത്തിൽ എല്ലാവർക്കും വന്ദനം. നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയിരിക്കുന്നത് ഗുരു പൂർണിമ ആചരിക്കേണ്ട വേക്കലിയാണ് അല്ലേ? അപ്പം എന്താ ഗുരു പൂർണിമ? ആഷാഢ മാസത്തിലെ പൗർണമി ദിവസമാണ് ഗുരു പൂർണിമ അഥവാ വ്യാസ ജയന്തി. നമുക്ക് ജനുവരി ഫെബ്രുവരി അറിയാം, ചിങ്ങം കന്നി തുലാമൊക്കെ അറിയാം അല്ലേ? ഈ ചിങ്ങം കന്നിയൊക്കെ എങ്ങനെ പേര് വന്ന്? സൂര്യൻ 12 രാശികളുണ്ടല്ലോ അല്ലെ? മേടം, ഇടവം, മിഥുനം, കർക്കിടകം, അങ്ങനെ. അപ്പൊ സൂര്യൻ മേടം രാശിയിൽ നിന്ന് ഇടവം രാശിയിൽ പോകുമ്പോൾ ഇടവ മാസം, സൂര്യൻ ഇടവം രാശിയിൽ നിന്ന് മിഥുനം രാശിയിൽ പോകുമ്പോൾ മിഥുന മാസം, സൂര്യൻ മിഥുന മാസത്തിൽ നിന്ന് കർക്കിടകത്തിൽ പോകുമ്പോൾ കർക്കിടക മാസം. അങ്ങനെയാണ് ആ പേരുകൾ വന്നത്. ഇനി എന്താണ് ഈ ആഷാഢ മാസം? സാൻസ്ക്രിറ്റ് മാസങ്ങളാണ്. നമുക്കറിയാം, നമ്മുടെ സാൻസ്ക്രിറ്റ് മാസങ്ങൾ തുടങ്ങുന്നത് മാർച്ച്, ഏപ്രിൽ ആ ഒരു ടൈം തൊട്ടാണ്. ചൈത്രം, വൈശാഖം, ജ്യേഷ്ഠ, ആഷാഢം, ശ്രാവണം, അങ്ങനെയാണ് പോകുന്നത്. അപ്പൊ ഇതെങ്ങനെ ഈ ചൈത്രമാസം മാർച്ച് ഏപ്രിൽ ടൈമിലാണ് അത് വരുന്നത്. നമുക്ക് 30 ദിവസങ്ങളുണ്ട് അല്ലെ? ചന്ദ്രന്റെ കലകളെയൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, വാക്സിങ് ഓഫ് മൂൺ, വാനിങ് ഓഫ് മൂൺ എന്നൊക്കെ അല്ലെ? അപ്പം ഇന്നിപ്പം പൗർണമി എന്ന് വെച്ചാൽ ഫുൾ മൂൺ ആണ്. അപ്പൊ ഈ ഫുൾ മൂൺ പിന്നെ ഇനി എന്താവും? കലകള് ചെറുതായിക്കൊണ്ടിരിക്കും അല്ലെ? പ്രഥമ, ദ്വിതീയ, ഇത് സാൻസ്ക്രിറ്റിൽ പറയുന്നത് 1, 2, 3 എന്നൊക്കെ പറയുമല്ലോ നമ്മളത്. 1, 2, 3 എന്ന് മലയാളത്തിൽ പറയുന്നത്. പ്രഥമ, ദ്വിതീയ ഒക്കെ സാൻസ്ക്രിറ്റിൽ പറയുന്ന. അപ്പൊ പ്രഥമ, ദ്വിതീയ, തൃതീയ എല്ലാരും കേട്ടിട്ടുണ്ടായിരിക്കും. അക്ഷയ തൃതീയ, ചതുർത്ഥി ഗണേശ ചതുർത്ഥി, പഞ്ചമി വസന്ത പഞ്ചമി, അതുപോലെ തന്നെ നാഗപഞ്ചമി അല്ലെ? ഷഷ്ടി എല്ലാ അമ്മമാരും ആചരിക്കുന്നതാണ്. ഷഷ്ടി വ്രതം 6ന്റെ അന്നാണ്. പിന്നെന്താണ്? സപ്തമി, അഷ്ടമി, ഇത് നമ്മൾ നവരാത്രി സമയത്ത് പറയല്ലോ. സപ്തമി, അഷ്ടമി, നവമി, ദശമി ഒക്കെ നമ്മൾ ഒത്തിരി ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതല്ലേ? ദുർഗാഷ്ടമി, മഹാനവമി, വിജയാദശമി, അതുപോലെ തന്നെ ശ്രീരാമനവമി, അതുപോലെ തന്നെ അഷ്ടമി, രോഹിണി, ആ തിഥിക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അല്ലെ? പിന്നെ ഏകാദശി എന്ന് വെച്ചാൽ 11th ഡേ, ദ്വാദശി. ഇനിയിപ്പം വാമന അവതാരം എടുക്കുന്നത് എന്നാണ്? ദ്വാദശി ദിവസമാണ് അല്ലെ? തിരുവോണം നക്ഷത്രത്തിന്റെ അന്ന് നമ്മളെല്ലാം ഓണം ആഘോഷിക്കുന്നത്. പിന്നെ ത്രയോദശി, അത് കഴിഞ്ഞ് ചതുർദശി എന്ന് വെച്ചാൽ 14th ഡേ. പിന്നെ ഇപ്പം പൗർണമിയാണല്ലോ, അപ്പം ചന്ദ്രന്റെ കലകളെ ചെറുതായി പോയി 15ന്റെ അന്ന് അമാവാസി. അത് കഴിഞ്ഞ് പിന്നെയും ചന്ദ്രന്റെ കലകൾ ഓരോ വര വെച്ച് ഇങ്ങനെ വരാൻ തുടങ്ങും അല്ലെ? പ്രഥമ, ദ്വിതീയ, തൃതീയ, അങ്ങനെ 14 ഡേയ്സ്. 15th ഡേ പൗർണമി അല്ലെ? അപ്പം ആ പൗർണമിയുടെ അന്ന് ചിത്തിര നക്ഷത്രമാകുമ്പോഴാണ് ചൈത്രമാസം എന്ന് നമ്മൾ പേര് കൊടുത്തത്. അത് കഴിഞ്ഞുള്ള മാസമാണ് വൈശാഖ മാസം. എന്ന് വെച്ചാൽ ആ മാസത്തില് പൗർണമിയുടെ അന്ന് വിശാഖം നക്ഷത്രമാണ്. അത് കഴിഞ്ഞാൽ ജ്യേഷ്ഠ എന്ന് പറയുന്നത് തൃക്കേട്ട നക്ഷത്രമാണ്. അപ്പോൾ ആ പൗർണമിയുടെ അന്ന് തൃക്കേട്ട നക്ഷത്രമാണ് ഉദിച്ചു നിൽക്കുന്നത്. അപ്പൊ ഓരോ മാസങ്ങൾക്ക് അങ്ങനെ പേര് വരുന്നത്. ഇത് ആഷാഢ മാസം. ആഷാഢ മാസം എന്ന് പറയുന്നത് പൂരാടവും ഉത്രാടവും കൂടെ ചേർന്ന പൂർവ്വ ആഷാഢ, ഉത്തരാഷാഢ. അതിന് കോമൺ ആയിട്ട് ആഷാഢ ഏതെങ്കിലും ഒരു നക്ഷത്രമായിരിക്കും അന്നത്തെ ദിവസം ഉദിച്ചു നിൽക്കുന്നത്. അപ്പം ആ ഗുരു പൂർണിമ നമ്മൾ ഈ ആഷാഢ മാസത്തിലെ പൗർണമിയിലാണ് നമ്മൾ എല്ലാവരും ആചരിക്കുന്നത്. അല്ലെങ്കിൽ വ്യാസ ജയന്തി അല്ലെ? കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു അച്ഛനും അമ്മയിട്ട പേര്. പിന്നെ അതെങ്ങനെ വ്യാസനായി മാറി അല്ലെ? വേദവ്യാസൻ. അപ്പം നമുക്കറിയാം, രാമായണം വാൽമീകി മഹർഷിയാണ് എഴുതിയത്. അത് കഴിഞ്ഞുള്ള എല്ലാ ഗ്രന്ഥങ്ങളും വേദവ്യാസ മഹർഷിയാണ് എഴുതിയത്. 4 വേദങ്ങളെ വിഭജിച്ചു. ഇപ്പം മാത്സില് അഡീഷൻ, ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടക്കുക. ഇതിനെ ഓരോ ചാപ്റ്റർ ആയിട്ട് ഇങ്ങനെ മാറ്റി. അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ അല്ലെ? അതുപോലെ ഇപ്പം വലിയ കുട്ടികളാണെങ്കിൽ ഫിസിക്സ് ആണെങ്കിൽ ഓപ്റ്റിക്സ്, മാഗ്നറ്റിസം, ഇലക്ട്രിസിറ്റി, അങ്ങനെ മാറ്റും. അതുപോലെ കെമിസ്ട്രി ആണെങ്കിൽ ഓർഗാനിക് കെമിസ്ട്രി, ഇൻഓർഗാനിക് കെമിസ്ട്രി, ഫിസിക്കൽ കെമിസ്ട്രി, ഓരോ ചാപ്റ്റേഴ്സ് ഓരോന്നോരോന്ന്. അപ്പൊ ഇന്നത് അങ്ങനെ മാറ്റി. അതുപോലെ തന്നെ വേദങ്ങളെല്ലാം ഒന്നിച്ചു കിടന്ന് അതിനെ വിഭജിച്ചു. എങ്ങനെ? ഋഗ്വേദം, യജുർവേദം, അഥർവവേദം, സാമവേദം.
സൂക്തങ്ങള്, പൂജകൾക്കുള്ളത്, അങ്ങനെ ഇങ്ങനെ വേറെ വേറെ ആയിട്ട് പാട്ടും ഡാൻസൊക്കെ വരുന്നതാണ് സാമവേദത്തെ ഓരോന്നോരോന്നായിട്ട് മാറ്റി. അതുകൊണ്ടാണ് കൃഷ്ണദ്വൈപായനൻ വേദവ്യാസനായി മാറിയത്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനം ഗുരു പൂർണിമയുടെ ആ ഒരിത് വന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഈ ഗ്രന്ഥങ്ങളെല്ലാം വേദവ്യാസ മഹർഷിയാണല്ലോ വേദങ്ങളെ വിഭജിച്ച്. അത് കഴിഞ്ഞ് 18 പുരാണങ്ങളാണ് നമുക്കുള്ളത്. അതിൽ 17 പുരാണങ്ങൾ എഴുതി. ലിംഗപുരാണം, ശിവപുരാണം, സ്കന്ദപുരാണം, പത്മപുരാണം, അതുപോലെ തന്നെ ശ്രീമദ് ഭാഗവത പുരാണം. പക്ഷെ ഭാഗവത പുരാണം ലാസ്റ്റിലാണ് എഴുതിയത്. അപ്പൊ ഈ 17 പുരാണങ്ങൾ എഴുതി. അത് കഴിഞ്ഞതിന് ശേഷം മഹാഭാരതം എഴുതി. മഹാഭാരതമാണ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥം. അതിനകത്ത് 1,25,000 ശ്ലോകങ്ങളാണ് വരുന്നത്. ആ മഹാഭാരതത്തിൽ വരുന്നതാണ് വിഷ്ണു സഹസ്രനാമം അല്ലെ. ഭീഷ്മര് പാണ്ഡവർക്ക് ഉപദേശിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ അത് കഴിഞ്ഞതിന് ശേഷം വരുന്നതാണ് സനത് സുജാതി. അവിടെ സനത് കുമാരന്മാര് വിതുരര് പറയും, സനത് കുമാരന്മാര് കൊണ്ട് ധൃതരാഷ്ട്ര ഉപദേശിച്ചു കൊടുക്കുന്ന ഭാഗം. പിന്നെ യക്ഷപ്രശ്നം അല്ലെ, യുധിഷ്ഠിരനും യക്ഷനും തമ്മിലുള്ള വിതുരനീതി, എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടതും, കൂട്ടുകാരെ എങ്ങനെ തിരഞ്ഞെടുക്കണം, ഓരോ രാജ്യം ഭരിക്കണം, അങ്ങനെയൊക്കെയുള്ള ഓരോന്നാണ് വിതുരനീതി വരുന്നത്. അപ്പൊ ഇതെല്ലാം ഭഗവത്ഗീത അല്ലെ, 700 ശ്ലോകങ്ങൾ അടങ്ങിയ ഭഗവത്ഗീത, ഇതെല്ലാം വരുന്നത് മഹാഭാരതത്തിലാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഗ്രന്ഥമാണ് മഹാഭാരതം. അപ്പൊ ഇതെല്ലാം എഴുതിയിട്ടും വേദവ്യാസ മഹർഷിക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടുന്നില്ല, ഒരു ആത്മശാന്തി ലഭിക്കുന്നില്ല. ഒരു ദിവസം വേദവ്യാസ മഹർഷി സരസ്വതി നദിയുടെ തീരത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുമായിരുന്നു. ആ സമയത്താണ് നമ്മുടെ നാരദ മഹർഷി വരുന്നത്. അപ്പൊ നാരദ മഹർഷി വന്നിട്ട് ചോദിക്കുക, എന്താ വ്യാസരെ അങ്ങ് വിഷമിച്ചിരിക്കുന്നേ? അപ്പം വേദവ്യാസ മഹർഷി പറയും, മഹർഷി ഞാൻ ഒത്തിരി എല്ലാം എഴുതി, പക്ഷെ എനിക്കൊരു ആത്മശാന്തി ലഭിക്കുന്നില്ല എന്ന് പറയും. അപ്പൊ നാരദൻ പറയും, അല്ലയോ വ്യാസരെ, ഭഗവാന്റെ നിർമ്മലമായ യശസ്സിനെ സ്പർശിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയും. യശസ്സിനെ പ്രശംസിക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നതെന്ന് നാരദ മഹർഷി പറയും. എന്നിട്ട് പറയും, ഭഗവാന്റെ യശസ്സിനെ പ്രകീർത്തിക്കാത്ത ഒരു കൃതിയും ഭഗവത് പ്രീതിക്ക് പാത്രമായി തീരത്തില്ല. അങ്ങ് ധർമ്മം മുതലായ പുരുഷാർത്ഥങ്ങൾക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത്. ഭഗവാൻ വാസുദേവന്റെ മഹാത്മ്യം വർണ്ണിക്കുന്നതിന് അവിടുന്ന് അധികം താല്പര്യം നൽകിയിട്ടില്ല എന്ന് പറയും. ഇത് കേൾക്കുമ്പോൾ വ്യാസമഹർഷിക്ക് വിഷമം വരും. എന്നിട്ട് നാരദ മഹർഷി പറയും, യാതൊന്നിലാണോ സുന്ദര പദങ്ങൾ ഉണ്ടെങ്കിലും ത്രിലോകങ്ങളെയും പരിശുദ്ധമാക്കുന്ന ഹരിയുടെ യശസ്സിനെ ഒരിടത്തെങ്കിലും വർണ്ണിക്കാത്തത് അതിനെ കാക്കകൾ കുളിക്കുന്ന തടാകത്തിന് തുല്യമാണെന്ന് പറയും. ഇപ്പൊ ഇവിടെ തന്നെ നമ്മള് ഒരു സത്സംഗം നടക്കുകയാണല്ലേ. ഇവിടെ എത്ര പേരുണ്ട്? കുറവല്ലേ. ഇപ്പൊ നമുക്ക് കാണാം, ഭാഗവതമൊക്കെ പാരായണമൊക്കെ നടക്കുമ്പോൾ അമ്പലങ്ങളിലൊക്കെ ആള് കുറവായിരിക്കും. ഉച്ച സമയത്ത് ഉണ്ണാനൊക്കെ ഇഷ്ടം പോലെ കാണും, പക്ഷെ കേൾക്കാൻ ആരും കാണത്തില്ല അല്ലെ. ഇത് ഹംസങ്ങളുടെ കൂട്ടങ്ങളാണെന്നാ, അപ്പൊ കാക്കകളുടെ കൂട്ടം. അപ്പൊ അതാണ് പക്ഷെ ഭഗവാന്റെ മാഹാത്മ്യം വർണ്ണിക്കുന്ന കൃതിയാകട്ടെ ഹംസങ്ങൾ വിരാജിക്കുന്ന മാനസ സരസ്സിന് തുല്യമാണെന്നാണ് പറയുന്നത്. അപ്പം കാക്കകളുടെ കൂട്ടം എന്ന് പറയാൻ കാരണം എന്താ? ഇപ്പൊ നമ്മൾ ഓണപരിപാടി വരുന്നു, അല്ലാത്ത ഓരോ ഫങ്ഷൻസ് വരുമ്പോ എന്താ ജനക്കൂട്ടം അല്ലെ. എല്ലാരും ഭയങ്കര അടിഞ്ഞൊരുങ്ങി ഭയങ്കരം ഇതായിരിക്കും. അതേസമയം ഇങ്ങനെയൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നടക്കുന്നിടത്ത് എത്ര ആൾക്കാരുണ്ട്? അത് കാക്കകളുടെ കൂട്ടം, ഇത് ഹംസങ്ങളുടെ കൂട്ടം. ഇതിൽ കേൾക്കാനും നമുക്ക് ഈ ഗ്രന്ഥങ്ങൾ പിടിക്കാനും ഒക്കെ ആ പൂർവജന്മ അനുഗ്രഹം വേണം, ആ ഭഗവാന്റെ കാരുണ്യം വേണം. ഇതെല്ലാവർക്കും കിട്ടത്തില്ല, മനസ്സിലായി. അതുപോലെ തന്നെ ഭഗവാന് യുദ്ധമെല്ലാം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിരൻ വിഷമിച്ചിരിക്കും, സ്വജനങ്ങളെല്ലാം പോയി അങ്ങനെയൊക്കെ വിഷമിച്ചിരിക്കുമ്പം എന്താ കൃഷ്ണന്റെ അടുത്ത് ഓരോ വിഷമങ്ങൾ പറയും. അപ്പൊ കൃഷ്ണൻ യുധിഷ്ഠിരനോട് പറയും, യുധിഷ്ഠിരെ അങ്ങ് എന്റെ കൂടെ വാ, ഇനി അങ്ങ് രാജ്യം ഭരിക്കേണ്ടതാണ്, അങ്ങക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ഭീഷ്മർ അങ്ങേക്ക് പറഞ്ഞു തരും. എന്നിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, എല്ലാരെയും ഒന്നും വിളിക്കണ്ട,
ഇത് കേൾക്കാൻ താല്പര്യമുള്ളവർ മാത്രം വന്നാൽ മതി, എല്ലാം ജനക്കൂട്ടം ഒന്നും അവിടെ വരേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അങ്ങനെ അവർ പാണ്ഡവരും ദ്രൗപദി മാത്രമാണ് കൃഷ്ണന്റെ കൂടെ യുദ്ധഭൂമിയിൽ പോകുന്നത്. എന്താന്ന് വെച്ചാൽ ഭീഷ്മർ യുദ്ധഭൂമിയിൽ ശരശയെ കിടക്കുവാണല്ലോ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് ഭഗവാൻ പറയും, അങ്ങ് എല്ലാ കാര്യങ്ങളും ഉപദേശിച്ചു കൊടുക്കണം, ഒരു രാജ്യം എങ്ങനെ ഭരിക്കണമെന്നും കുടുംബം എങ്ങനെ ആയിരിക്കണമെന്നും ഓരോ കാര്യങ്ങൾ. അതിന്റെ കൂട്ടത്തിൽ അത് കഴിയുമ്പോൾ പറയണം, ഏതൊരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വിഷ്ണു സഹസ്രനാമം ചൊല്ലിയിട്ട് വേണം ആ ഒരു ദിവസം തുടങ്ങാൻ. അങ്ങനെ ആ ഭഗവാനെ കണ്ടുകൊണ്ട് തന്നെ മാനസ പൂജയാണ് ചെയ്യുന്നത്. കൈയും കാലും ഒന്നും ശിരസ്സും ഒന്നും അനക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഭീഷ്മർ കിടക്കുന്നത്. അപ്പം മാനസ പൂജയാണ് ഭഗവാനെ കണ്ടുകൊണ്ട് ആ വിഷ്ണു സഹസ്രനാമം ഉരിയാടുന്നത് ഭീഷ്മര്. അത് അന്നേരം ഉപദേശിച്ചു കൊടുത്തതാണ് പാണ്ഡവർക്ക്. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അത് കഴിഞ്ഞതിന് ശേഷമാണ് 18ാമത്തെ പുരാണമായ ശ്രീമദ് ഭാഗവതം വേദവ്യാസ മഹർഷി എഴുതുന്നത്. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങളൊക്കെ എഴുതിയത് കൊണ്ടാണ് ആ വേദവ്യാസ മഹർഷിയുടെ ജന്മദിനം തന്നെ നമ്മൾ ആ ഒരു ഗുരു പൂർണിമയായിട്ട് ആചരിക്കേണ്ടത്. ഇനി ഇതിനോട് സംബന്ധിച്ച് നമുക്ക് കുറേ കാര്യങ്ങളും കൂടെ അറിയാനുണ്ട് ഈ ഗുരു പൂർണിമയെ കുറിച്ച്. ഇപ്പം എല്ലാവർക്കും ഗുരുക്കന്മാരുണ്ട്, ദേവന്മാർക്കും ഗുരുക്കന്മാരുണ്ട്. ആരാണ്? ബൃഹസ്പതി. അസുരന്മാർക്ക് ഗുരുവുണ്ട്, ശുക്രാചാര്യര് അല്ലെ. തിരിച്ച് അവതാരം എടുത്തു വന്ന ശ്രീരാമചന്ദ്രന് ഗുരുവുണ്ട്. ഒരു ഗുരുവല്ല, 3 ഗുരുക്കന്മാരുണ്ട്. ആരൊക്കെയാണ്? വസിഷ്ഠ മഹർഷി, അത് കഴിഞ്ഞ് വിശ്വാമിത്ര മഹർഷി അല്ലെ. അത് കഴിഞ്ഞ് ആ യുദ്ധഭൂമിയിൽ വെച്ച് രാമരാവണ യുദ്ധം നടക്കുമ്പോൾ യുദ്ധം ഇങ്ങനെ നീണ്ടു പോവുക. അപ്പോഴാണ് അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ടിട്ട് ആദിത്യ ഹൃദയ മന്ത്രം ഉപദേശിച്ചു കൊടുക്കുന്നത് അല്ലെ. നമുക്ക് ഓരോ പേരിൽ നിന്നും കിട്ടി. അപ്പം ഇവര് 3 പേരുമാണ് ശ്രീരാമചന്ദ്രന്റെ ഗുരുക്കന്മാര്. ആരൊക്കെയാണ്? വസിഷ്ഠ മഹർഷി, അതുപോലെ തന്നെ വിശ്വാമിത്ര മഹർഷി, അഗസ്ത്യ മഹർഷി. അത് കഴിഞ്ഞ് അവതാരം എടുത്തു വന്ന ശ്രീകൃഷ്ണ ഭഗവാനും ഗുരുവുണ്ട്. 64 കലകള് പഠിച്ച് 64 ദിവസങ്ങളും കൊണ്ട് സാന്തിനിപുരി മഹർഷിയിൽ നിന്നാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എല്ലാ കാര്യങ്ങളും പഠിച്ചെടുത്തത്. പിന്നെ അത് കഴിഞ്ഞതിന് അതുപോലെ വേറെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട, പണ്ടൊക്കെ ഗുരുകുലത്തിൽ സ്കൂളിലൊക്കെ പണ്ടൊക്കെ ഒരു കാലഘട്ടത്തിൽ ഗുരുകുലത്തിലൊക്കെ എല്ലാം പഠിപ്പിക്കുമായിരുന്നു. ഈ ഒരു വിദ്യാഭ്യാസം മാത്രമല്ല, അവർക്കൊരു കൈത്തൊഴിലായിട്ടുള്ള കാര്യങ്ങൾ വരെ പഠിപ്പിക്കുമായിരുന്നു. അതൊക്കെ ഈ 64 കലകളിൽ വരുന്നതാണ്. ഇപ്പൊ നമ്മളെല്ലാം കോവിഡ് വന്നപ്പോൾ എല്ലാവരും വീട്ടിൽ പെട്ടുപോയി അല്ലേ. ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എത്രയോ പേരുടെ ജോലി നഷ്ടപ്പെട്ട് അങ്ങനെയൊക്കെ വന്നപ്പോഴല്ലേ യൂട്യൂബൊക്കെ പുറത്തു വന്നത് അല്ലേ. അപ്പൊ അതുകൊണ്ട് എന്തുവാ, ഇപ്പൊ എല്ലാവർക്കും എല്ലാം പഠിക്കാൻ പറ്റുന്നുണ്ട്. എത്രയോ പേര് തയ്യലൊക്കെ യൂട്യൂബിൽ ഡൗൺലോഡ് ചെയ്യുന്നു, അതുപോലെ തന്നെ സ്വെറ്റർ തയ്ക്കുന്ന, ഫുഡ് ആഹാരം ഉണ്ടാക്കുന്ന എല്ലാ കാര്യങ്ങളും. അപ്പൊ അതുവരെ ഇതെല്ലാം അടഞ്ഞിരുന്നത് അവരവരിൽ മാത്രം ഇരുന്നതായിരുന്നു. പക്ഷെ ഇപ്പം ആ ഒരു അവസരം വന്നപ്പം ഇതെല്ലാം പുറത്തു വന്നല്ലേ. അപ്പൊ അങ്ങനെ എല്ലാവരും കാശുണ്ടാക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കലകളെല്ലാം നമ്മൾക്ക് തയ്യലായാലും ഓരോ കാര്യങ്ങളും പണ്ട് ഗുരുകുലത്തിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ വിദ്യാഭ്യാസം മാത്രമല്ല, നമുക്കൊരു കൈത്തൊഴിലും അങ്ങനെയുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മള് പിന്നീട് വരുമ്പോ ചന്ദ്രഗുപ്ത മൗര്യ അല്ലെ, കേട്ടിട്ടുണ്ടല്ലോ. ചന്ദ്രഗുപ്ത മൗര്യയുടെ അഡ്വൈസർ ആരായിരുന്നു? ഗുരു ആരായിരുന്നു? ചാണക്യ. എല്ലാരും കേട്ടിട്ടുണ്ട്. ചാണക്യയുടെ വേറെ ഒരു പേരാണ് കൗട്ടില്യ, വിഷ്ണുഗുപ്ത എന്നൊക്കെ അല്ല. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് വരുമ്പോഴാണ് കർണാടക വിജയനഗര രാജ്യത്തിലെ കൃഷ്ണദേവരായയുടെ അഡ്വൈസർ ആരായിരുന്നു? പിന്നീട് ഗുരുമാര് അഡ്വൈസർ അങ്ങനെയൊക്കെ ആയിട്ട് വന്ന ആരാണ്? തേനാലി രാമൻ അല്ല, നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. പിന്നെ അങ്ങോട്ട് വരുമ്പോ ഛത്രപതി ശിവാജിയുടെ ഗുരു ആരാണ്? സമർത്ഥ രാമദാസ്. അതുപോലെ തന്നെ വിവേകാനന്ദ പിന്നെ നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിലോട്ട് വരുമ്പോ വിവേകാനന്ദ സ്വാമികളുടെ ഗുരു ആരായിരുന്നു? ശ്രീരാമകൃഷ്ണ പരമഹംസര്. അതുപോലെ തന്നെ ശങ്കരാചാര്യ സ്വാമികളുടെ ഗുരുവായിരുന്നു ഗോവിന്ദ ഭാഗവത പാദ അല്ലെ. അപ്പൊ അതുപോലെ തന്നെ ഈ ശങ്കരാചാര്യന്റെ 4 ശിഷ്യന്മാരുണ്ടായിരുന്നു അല്ലെ. ആരൊക്കെയാണ്? പത്മപാദാചാര്യ, അതുപോലെ തോട്ടകാചാര്യ, ഹസ്തമാലാചാര്യ, പിന്നെ സുരേശ്വരാചാര്യ അല്ലെ. ഇവരുടെ എല്ലാവരുടെയും ഗുരുവായിരുന്നു ശങ്കരാചാര്യ.
ഇവരെല്ലാരെ കുറിച്ച് നമ്മൾ നമിക്കുകയാണ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ പിന്നീട് വരുമ്പം അതുപോലെ തന്നെ ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ട് വരുമ്പോ അതുപോലെ തന്നെ ഇപ്പം നമ്മളിപ്പം ശ്രീ ശ്രീ രവിശങ്കർ, അതുപോലെ മാതാമൃതാനന്ദമയമ്മ, അതുപോലെ തന്നെ ശ്രീല പ്രഭുപാദര്, പിന്നെ ആരാണ് ഇപ്പൊ വരുമ്പോ അതെല്ലാമാണല്ലോ അല്ലെ. അപ്പൊ ഇവരെല്ലാം നമ്മൾക്ക് പ്രത്യക്ഷം ആ ഗുരുക്കന്മാരാണ്. അതുപോലെ തന്നെ മലയാളത്തിലെ ഭാഗവതവും ആധ്യാത്മരാമായണവും ഒക്കെ എഴുതിയതാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ. അതുപോലെ തെലുങ്കിലെ രാമായണം ഭാഗവതം എഴുതിയതാണ് പോത്തന ഒരു ശ്രീരാമ ഭക്തനായിരുന്നു. അപ്പൊ പൊതുവെ സൗത്തിലെ കേരളം ഒഴിച്ച് ബാക്കി എല്ലാവരും ശ്രീരാമ ഭക്തരാണ് കൂടുതലും ആൾക്കാരൊക്കെ. അപ്പൊ പോത്തന ഒരു ശ്രീരാമ ഭക്തനായിരുന്നു. ഒരു ദിവസം പോത്തന ഗോദാവരി നദിയിൽ കുളിക്കുമായിരുന്നു, കാവേരി നദിയിൽ നിന്ന് കുളിക്കുമായിരുന്നു. കുളിച്ചോണ്ട് നിന്നപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, പോത്തന നീ ഭാഗവതം എഴുതണമെന്ന് പറയും. പോത്തന മൈൻഡ് ചെയ്യത്തില്ല, ഞാൻ ശ്രീരാമ ഭക്തനാ, ഞാൻ എന്തിനാ ഭാഗവതം എഴുതുന്ന, ഭാഗവതം കൃഷ്ണന്റെ കഥയല്ലേ. എന്നിട്ട് മുങ്ങും, പിന്നെയും നദിയിൽ മുങ്ങി പൊങ്ങും. പിന്നെയും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയും, പോത്തന നീ ഭാഗവതം എഴുതണം. പോത്തന മൈൻഡ് ചെയ്യത്തില്ല, പിന്നെയും മുങ്ങും. പിന്നെ പൊങ്ങി വരുന്നത് ഭഗവാൻ, പിന്നെ പ്രത്യക്ഷപ്പെട്ട് വരുന്നത് ശ്രീരാമന്റെ വേഷത്തിൽ. ശ്രീരാമൻ പറയും, പോത്തന നീ ഭാഗവതം എഴുതണം. അപ്പോഴാണ് പോത്തനയ്ക്ക് മനസ്സിലാകുന്നത് രാമനും കൃഷ്ണനും എല്ലാരും തന്നെ ഒന്നാണ്. അതുപോലെ പോത്തന എടുത്തു പറയുന്ന ഒരു കാര്യമാണ്, നമ്മളെല്ലാം ഈ ലോകം മൊത്തം ആക്രമിക്കാനാണ് നോക്കുന്നത് അല്ലെ, നമ്മളുടെ കൈക്കലാക്കാനാണ് നമ്മൾ നോക്കണ്ടേ. നമ്മൾ അതല്ല നോക്കേണ്ടത്, നമ്മളുടെ ഷഡ്വൈരികളെ, നമ്മളുടെ ഉള്ളിലുള്ള ഷഡ്വൈരികളെയാണ് നമ്മൾ ഇല്ലാതാക്കേണ്ടത്. ഷട്ട് എന്ന് വെച്ചാൽ 6 അല്ലെ, നമ്മളിലുള്ള ആ 6 ചീത്ത ഗുണങ്ങൾ എന്തൊക്കെയാണ്? കാമം, ക്രോധം, ലോഭം, മോഹം, മതം, മാത്സര്യം. ഇതെല്ലാം നമ്മൾ ഇല്ലാതാക്കിയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓരോ ആചാര്യന്മാരുണ്ടായിരുന്ന ജ്ഞാനേശ്വര്, തിരുവല്ലൂര്, രാമാനുജാചാര്യ, മധ്വാചാര്യ അല്ലെ, ഇവരെല്ലാം നമ്മൾക്ക് ഓരോ അറിവുകളാണ് തരുന്നത്. അതുപോലെ തന്നെ കബീർദാസ്, അന്നമാചാര്യ എല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. തിരുപ്പതി വെങ്കടേശ്വര സ്വാമികളെ കുറിച്ച് ഒത്തിരി എഴുതിയിട്ടുണ്ട്. 32,000 കൂടുതൽ ഈ ഭക്തിഗാനങ്ങൾ എഴുതിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ കർണാട്ടിക് മ്യൂസിക്കിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന മുത്തുസ്വാമി ദീക്ഷിതര്, പിന്നെ ശ്യാമശാസ്ത്രികൾ, പിന്നെ ത്യാഗരാജ സ്വാമികൾ, ഇവരെല്ലാം തന്നെ ശ്രീരാമ ഭക്തന്മാരായിരുന്നു. അവരെല്ലാം ശ്രീരാമനെ കുറിച്ചുള്ള പാട്ടുകളായിരുന്നു അവരെല്ലാവരും തന്നെ പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മുടെ കൃഷ്ണഭക്തന്മാരും ഉണ്ട്, കുരൂരമ്മ, അതുപോലെ വില്യമംഗലം സ്വാമിയാർ. അപ്പൊ ഇവരെല്ലാം അവര് നമുക്ക് ഗുരുക്കന്മാരാണ് അല്ലെ. അതുപോലെ തന്നെ ഓരോ പേര് അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മളെല്ലാം സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, തുളസീദാസ്, കബീർദാസ് അല്ലെ, മീരാബായി, അങ്ങനെ ഓരോ ഇവരെല്ലാം നമ്മൾക്ക് ഗുരുക്കന്മാരാണ്. ആ ഗുരുവിൽ നിന്ന് നമ്മൾ ഓരോ കാര്യങ്ങൾ അറിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. നമ്മള് പിന്നീട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഭാരതം മാത്രമേ ഉള്ളൂ, ലോകത്ത് ഭാരതം മാത്രമാണ് ഒരേ ഒരു സംസ്കൃതി ഗുരുവിന് ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കുന്നത്. വേറെ എവിടെയും അങ്ങനൊരു സമ്പ്രദായം ഇല്ല. ഈശ്വരന് തുല്യമോ പലപ്പോഴും ഈശ്വരനേക്കായി സ്ഥാനം കൂടിയതായിരിക്കും നമ്മൾ ഗുരുവിന് നൽകുന്നത്. ഇപ്പം ഒരു ശ്ലോകം തന്നെ ഉണ്ടല്ലോ, ഗുരു ബ്രഹ്മ ഗുരു വിഷ്ണു ഗുരു ദേവോ മഹേശ്വര ഗുരു സാക്ഷാത് പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ അല്ലെ. അപ്പം അത് തന്നെ നമുക്ക് മനസ്സിലാക്കാമല്ലോ. ഇപ്പം ഗുരുവിനേക്കായി ഭഗവാനേക്കായി കൂടുതൽ സ്ഥാനം ഗുരുവിനാ നൽകുന്ന എന്നുള്ള ഒരു സംഭവം തന്നെ മഹാഭാരതത്തിലുണ്ട്. കർണൻ കവചകുണ്ടലങ്ങളോട് കൂടിയാണ് ജനിച്ചത്, സൂര്യപുത്രനാണ് അല്ലെ. പരശുരാമ മഹർഷിയുടെ അടുത്താണ് വിദ്യാഭ്യസിക്കാൻ പോയത്. പക്ഷെ ഒരു കളവ് പറഞ്ഞിട്ടാണ് അവിടെ വിദ്യാഭ്യസിച്ച് തിരിച്ച് കുറച്ചു നാൾ കഴിഞ്ഞ് പരശുരാമ മഹർഷി അത് അറിയുകയും ശപിക്കുകയും ചെയ്യും. നിനക്ക് നീ പഠിച്ച വിദ്യാഭ്യാസം എല്ലാം വിഫലമായി പോവട്ടെ എന്നും പറഞ്ഞ് ശപിക്കും. അപ്പം പ്രയോജനം ചെയ്യേണ്ട സമയത്ത് അത് ഉപയോഗം ഇല്ലാതെ വരണമെന്ന് ശപിക്കുകയാണ് ചെയ്യുന്നത്. തിരിച്ച് ആ യുദ്ധസമയത്ത് അല്ലെങ്കിൽ കർണൻ മരണപ്പെടുവോ? അർജുനനൊന്നും കർണനെ വധിക്കാൻ പറ്റില്ല. സൂര്യപുത്രനാണ്, കവചകുണ്ടലങ്ങളോടുകൂടിയാണ് ജനിച്ചത് തന്നെ.
പക്ഷെ ആ ഗുരുവിന്റെ ശാപം, ഭഗവാന്റെ പുത്രനായിട്ട് പോലും ഗുരുവിന്റെ ശാപം ഏറ്റു അല്ലെ. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞ ഗുരുവിനെ ഭഗവാനേക്കായി മുകളിലാണ് പലപ്പോഴും ഗുരുവിന്റെ സ്ഥാനം. നമ്മളുടെ ഒരു സംസ്കൃതി അതുപോലത്തെയാണ് ഭാരതത്തില്. പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ആ ഒരു നമ്മളെല്ലാവരും പല ജന്മങ്ങൾ എടുത്ത് വന്നവരാണ്. പക്ഷെ നമ്മൾ എല്ലാവരും പണവും പ്രശസ്തിയൊക്കെ സമ്പാദിക്കുന്നു, പിന്നെയും മരണപ്പെടുന്നു, പിന്നെയും ഏതോ കുലത്തിൽ പോയി ജനിക്കുന്നു അല്ലെ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മളെല്ലാം ഭഗവാനിൽ നിന്ന് പുറപ്പെട്ടവരാണ്. തിരിച്ച് നമ്മൾ എത്തേണ്ട ലക്ഷ്യവും ഭഗവാനിലേക്കാണ്. അതുവരെ നമ്മളെല്ലാവരും ജനന മരണ ചക്രത്തിലായിരിക്കും ഇങ്ങനെ പെടുന്നത്. അതുകൊണ്ടാണ് പറയുന്നത് പുനരപ്പി ഭജഗോവിന്ദത്തിൽ ഒരു ശ്ലോകം തന്നെ ഉണ്ട്, പുനരപ്പി ജനനം പുനരപ്പി മരണം പുനരപ്പി ജനനി ജഠരേ ശയനം ഇഹ സംസാരേ ഖലു ദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. മുരാരേ എന്ന് വെച്ചാൽ കൃഷ്ണനെ വിളിക്കുന്നതാണ് അല്ലെ. പുനരപ്പി ജനനം എന്ന് വെച്ചാൽ പുനരപ്പി എന്ന് വെച്ചാൽ വീണ്ടും വീണ്ടുമുള്ള ജനനം, പുനരപ്പി മരണം വീണ്ടും വീണ്ടുമുള്ള മരണം, പുനരപ്പി ജനനി ജഠരേ ശയനം പിന്നെയും പിന്നെയും. ജനനി എന്ന് വെച്ചാൽ അമ്മ, ജഠരേ എന്ന് വെച്ചാൽ വയറ്, ശയനെന്ന് വെച്ചാൽ കിടക്കുക എന്നുവെച്ചാൽ പിന്നെയും പിന്നെയും ഓരോ ഗർഭത്തിൽ പോയി കിടക്കുക അല്ലെ. ആ ഇതിൽ നിന്ന് ഇഹ സംസാരേ, ഈ സംസാരത്തിൽ നിന്ന് കൃപയാ പാരി മുരാരേ, കൃപയാ എന്റെ മുരാരേ കൃഷ്ണ ഇതിൽ നിന്നെല്ലാം ഞങ്ങളെ രക്ഷിക്കൂ എന്നാണ് ആ ഒരു ഭജഗോവിന്ദത്തെ ശങ്കരാചാര്യ സ്വാമികൾ തന്നെ എഴുതുന്നുണ്ട് അല്ലെ. നമ്മളൊക്കെ 84 ലക്ഷം ജന്മങ്ങൾ നമ്മളൊക്കെ എടുത്തിട്ടാണ് മനുഷ്യജന്മം കിട്ടുന്നത്. ഇത് നമ്മുടെ പൂന്താനം തിരുമേനി എഴുതിയ ജ്ഞാനപ്പാനം നോക്കിയ അതിനകത്ത് പറയുന്നുണ്ടല്ലോ, എത്ര ജന്മം പ്രയാസപ്പെട്ടിക്കാലം അത്ര വന്നു പിറന്നു സുഹൃത്തത്താൽ, എത്ര ജന്മം വലത്തിൽ കഴിഞ്ഞതും എത്ര ജന്മം ജലത്തിൽ കഴിഞ്ഞതും, എത്ര ജന്മങ്ങൾ മണ്ണിൽ കഴിഞ്ഞതും എത്ര ജന്മം മരങ്ങളായി നിന്നതും, അത്ര ജന്മം നരിച്ചു നടന്നതും, എത്ര ജന്മം മൃഗങ്ങൾ പശുക്കളായി, അതു വന്നിട്ട് വണ്ണം ലഭിച്ചൊരു മർത്യജന്മത്തിൽ മുമ്പേ കഴിച്ചു നാം, എത്രയും പണിപ്പെട്ടിങ്ങു മാതാവിൽ ഗർഭപാത്രത്തിൽ വീണതറിഞ്ഞാലും, 10 മാസം വയറ്റിൽ കഴിഞ്ഞു പോയി, 10 12 പോയി. ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, എത്രയോ ജന്മങ്ങൾ നമ്മൾ ഈ മലത്തിലും ജലത്തിലും അല്ലെ, എല്ലാത്തിലും ഡ്രെയിനേജിലും അവിടെ ഇവിടെ എല്ലാം ആ കൃമികളെല്ലാം നമ്മളെല്ലാവരും കഴിഞ്ഞിട്ട് വന്നതാണ്. അതുപോലെ തന്നെ മരങ്ങളായി നിന്നതും എന്ന് പറയുന്നു. നമുക്കറിയാം മരങ്ങളായി നിന്ന 2 പേരെ ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഭാഗവതം ദശമസ്കന്ധത്തിൽ 10ാമത്തെ അധ്യായത്തിൽ വരുന്നുണ്ട്. മണിഗ്രീവനും പിന്നെ മണിഗ്രീവനും നളകുബേരൻ, കുബേരന്റെ പുത്രന്മാരാണ് അല്ലെ. നാരദ മഹർഷിയുടെ ശാപം കേട്ടി മരങ്ങളായി വന്ന് നിൽക്കുന്നത്. അത് എന്തുകൊണ്ടാ? നഗ്നരായിട്ടും ജലത്തിൽ കിടന്ന് ഇത് ആടുമായിരുന്നു. മഹർഷി വന്നിട്ട് നമസ്കരിച്ചതോ ഒന്നും ഇല്ല, മൈൻഡ് ചെയ്യാതുള്ളപ്പോ അങ്ങനെ ഒരു ശാപം കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ അവര് മരങ്ങളായി വന്നപ്പോ നമ്മളെല്ലാം മരങ്ങളായും എല്ലാം മൃഗങ്ങളായും, കാട്ടു മൃഗങ്ങളും ജലത്തിലെ മൃഗങ്ങളും ഇതെല്ലാം കഴിഞ്ഞ് പശുക്കളായി. ഒരു പശുവിനെ കാണുമ്പോൾ നമുക്ക് ഊഹിക്കാം ഇനി അടുത്ത അത് മനുഷ്യജന്മമായിട്ടായിരിക്കും വരുന്നത്. ഓക്കെ, ഒരു കഥ തന്നെ ഉണ്ടല്ലോ. ഭഗവാന് ഇത് നാരദ മഹർഷി ഭഗവാന്റെ അടുത്ത് ചെല്ലും. ഭഗവാനെ സത്സംഗത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിക്കും. അപ്പം ഭഗവാൻ പറയും, നാരദരെ അങ്ങല്ല കാട്ടിലോട്ട് ചെന്നാട്ടെ, അവിടെ മരത്തിൽ ഒരു പുഴുവുണ്ട്, ആ പുഴുവിനോട് ചോദിക്കാൻ പറയും. അപ്പൊ ഈ നാരദ മഹർഷി അവിടെ ചെല്ലും. അവിടെ ചെല്ലുമ്പോ പുഴുവിനോട് ചോദിക്കാൻ വായിക്കുമ്പോഴത്തേക്ക് ആ പുഴു താഴെ വീണങ്ങ് ചത്തുപോകും. വിഷമിച്ച് ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പറയും, എന്റെ ഭഗവാനെ അത് ഞാൻ ചോദിക്കാൻ വായിച്ചപ്പോഴത്തേക്ക് തന്നെ അത് താഴെ വീണ് ചത്തുപോയെന്ന് പറയും. പിന്നെ പറയും, അങ്ങ് ഒരു വീട്ടിൽ കാണിച്ചു കൊടുത്തിട്ട് പറയും, അങ്ങ് അവിടെ ചെന്നാട്ട് അവിടെ ഒരു പശു പ്രസവിക്കാറായിട്ടുണ്ട്, ആ പശുവിനോട് ചോദിക്കാൻ പറയാം. അപ്പം നാരദ മഹർഷി പറയും, എന്റെ ഭഗവാനെ
ഇവിടെ ആരും നാഥനില്ല, അവിടെ നാഥന്മാരുണ്ട്. ഞാൻ ചെന്ന് ആ പശുവിനോട് കുട്ടിയോട് ചോദിച്ചു, അത് ചത്തുപോയ ആ വീട്ടുകാരൻ എന്നെ തല്ലത്തില്ല എന്ന് പറയും. ഇല്ല, അങ്ങ് ചെന്നാട്ടെ എന്ന് പറയും. അങ്ങനെ അവിടെ ചെല്ലും. അവിടെ ചെന്നിട്ട് പശു പ്രസവിക്കും. പശു പ്രസവിച്ച് കഴിഞ്ഞ് കുട്ടിയോട് ചോദിക്കാൻ പായിക്കപ്പോഴത്തേക്ക് നാരദ മഹർഷിയെ കാണുകയും പശുക്കുട്ടി അങ്ങ് ചത്തുപോകും. ഇത് കണ്ട് ആകെ പേടിച്ച് നാരദ മഹർഷി അവിടുന്ന് അപ്പോഴേ പ്രത്യക്ഷപ്പെടും. പിന്നെ പോയിട്ട് ഭഗവാനോട് ചോദിക്കും, എൻ്റെ ഭഗവാനെ ആ പശുക്കുട്ടിയും ചത്തുപോയെന്ന് പറയും. പിന്നെ ഭഗവാനോട് പറയും, നാരദരെ അങ്ങ് ഇന്ന കൊട്ടാരത്തിൽ ചെന്നാട്ട് അവിടെ രാജ്ഞി നിറവയറോട് നിൽക്കുകയാണ്, അവര് പ്രസവിക്കാറായിട്ടുണ്ട്, ആ കുട്ടിയോട് ചോദിക്കാൻ പറയും. ഇപ്പം പറയും, ഭഗവാനെ ഞാൻ അവിടെ പോയി എൻ്റെ നിഴല് കണ്ട കുട്ടി വല്ലതും ചത്ത എന്നെ പിടിച്ചകത്താക്കും രാജാവെന്ന് പറയപ്പോ പറയും, ഇല്ല ഇല്ല, അങ്ങ് ധൈര്യമായിട്ട് പോയിട്ട് വരാൻ പറയും. അങ്ങനെ നാരദ മഹർഷി കൊട്ടാരത്തിൽ വരും. കൊട്ടാരത്തിൽ വരുമ്പോൾ നല്ല വാർത്തയാണ് കേൾക്കുന്നത്, രാജ്ഞി പ്രസവിച്ചു. അപ്പൊ രാജാവിന് ഒരേ ഒരു നിർബന്ധം, മഹർഷി തന്നെ എടുത്ത് ഒരു ആദ്യം എടുക്കണമെന്നൊക്കെയുള്ള. നാരദ മഹർഷിക്ക് പേടി, കൈവല്ലം എടുത്ത് കൊച്ചു സമ്മാനിച്ചു പോയാൽ എന്തോ എടുക്കും. പക്ഷെ നാരദ മഹർഷി എടുക്കും. എടുത്തു കഴിഞ്ഞിട്ട് നാരദ മഹർഷി കുട്ടിയോട് ചോദിക്കും, സത്സംഗത്തിന്റെ മഹത്വം എന്താണെന്ന് ചോദിക്കും. അപ്പം കുട്ടി പറയുന്നതാണ്, മഹർഷി അങ്ങ് കാട്ടിൽ വന്നപ്പോ അങ്ങയുടെ സംഘം കാരണം ഞാനൊരു പുഴുവായിരുന്നു, പുഴു മരിച്ചത്തുപോയി. പിന്നീട് അങ്ങ് വന്നപ്പോൾ ഞാനൊരു പശുക്കുട്ടിയായിട്ട് ജനിച്ചു, അത് അങ്ങയുടെ സംഘം കൊണ്ടാണ് പശുക്കുട്ടിയായിട്ട് ജനിച്ചത്. ഇന്നിപ്പോ അങ്ങയുടെ സംഘം കൊണ്ട് തന്നെ ഞാനൊരു രാജപുത്രനായിട്ട് ജനിച്ചിരിക്കുന്നു. അതാണ് സത്സംഗം എന്ന് വെച്ചാൽ നല്ല കൂട്ടുകെട്ട് എന്ന് വെച്ചാൽ ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള, അല്ലാതെ പണക്കാരുമായിട്ടോ പ്രശസ്തിയരുമായിട്ടോ ഉള്ള കൂട്ടല്ല. അത് ഭൗതിക സുഖങ്ങള്. ഭഗവാന്റെ ഭക്തന്മാരുമായിട്ടുള്ള ഒരു സംഘം കൊണ്ടാണ് നമ്മളുടെ ആത്മാവിന് പുരോഗതി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു പശുക്കുട്ടി ഒരു കുഞ്ഞായി മാറിയതും എല്ലാം തന്നെ. അപ്പൊ ഇതൊക്കെ വലിയൊരു തെളിവുകളാണ് അല്ലെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ എത്രയോ ജന്മങ്ങൾ കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത്. നമ്മൾ ആ ഭഗവാനിൽ എത്തണം. ആ ഭഗവാനിൽ എത്തണമെങ്കിൽ നമ്മൾക്കും സാധാരണക്കാരായ നമ്മൾക്കും ഒരു ഗുരു വേണം. അപ്പൊ ആ ഗുരു വേണമെങ്കിൽ നമ്മളുടെ ഉള്ളിലെ അന്ധകാരം, അഹങ്കാരത്തെ മാറ്റണം. അഹങ്കാരം, ഞാൻ എൻ്റെ എന്നുള്ള ഒരു മനോഭാവം മാറിയില്ലെങ്കിൽ നമുക്കൊരു ഗുരുവിനെ ലഭിക്കാൻ ബുദ്ധിമുട്ടാണ്. ആ ഒരു ഗുരു പ്രസാദം കൊണ്ടേ ഉള്ളു നമ്മൾ ഒരു ഗുരുവിനെ സ്വീകരിക്കുമ്പം നമ്മളുടെ ഉള്ളിലെ അഹങ്കാരം എല്ലാം പോവും. അപ്പോൾ നമ്മുടെ മനസ്സ് തന്നെ ഒരു സേവന മനോഭാവമായിട്ട് മാറും. സമർപ്പണ ജീവിതമായിരിക്കും, അച്ചടക്കം വരും, അനുസരണം, അങ്ങനെയുള്ള നല്ല ഗുണങ്ങളാണ് നമ്മൾ വരുന്നത്. അപ്പൊ ഒരു ഗുരുവിനെ സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷം ഭഗവത്ഗീതയില് 4-ാമത്തെ അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകം പറയുന്നുണ്ട്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിനസ്തത്വദർശിനഃ. എന്നുവെച്ചാൽ പ്രണിപാതേന പരിപ്രശ്നേന സേവയാ എന്നുവെച്ചാൽ നമസ്കരിച്ചുകൊണ്ട്, പ്രണിപാത്തേന നമസ്കരിച്ചുകൊണ്ട്, പരിപ്രശ്നേന ചോദ്യം ചെയ്തുകൊണ്ട്. ഗുരുവിനോട് നമ്മൾ ചോദ്യം ചോദിക്കണം. പേടിച്ചും വിഷമിച്ചും ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സംശയങ്ങളെല്ലാം നമുക്ക് ചോദിക്കാം. സേവയ, അതുപോലെ തന്നെ സേവനം ചെയ്തുകൊണ്ട്. തേ ജ്ഞാനം ജ്ഞാനിനസ് തത്വദർശിനഃ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം എന്ന് വെച്ചാൽ ആ ജ്ഞാനം നിനക്ക് ഉപദേശിച്ച് തരും. ജ്ഞാനിനസ് തത്വദർശിനഃ എന്ന് വെച്ചാൽ നമുക്ക് വേണം തത്വദർശികൾ, സയന്റിസ്റ്റ് എന്നോ നമുക്ക് വേണം അവർക്ക് പറയാം. അവർക്കറിയാം നമ്മൾ ആരാണെന്നും ഭഗവാൻ ആരാണെന്നും അവർക്കറിയാം. തത്വദർശികൾക്ക് അറിയാം. ആ ഒരു വ്യത്യാസം. നമ്മളെല്ലാം ഒന്ന് തന്നെ, പക്ഷെ നമുക്കറിയില്ല. നമ്മൾ പുറത്താണ് ഭഗവാനെ അന്വേഷിച്ച് നടക്കുന്നത് അല്ലെ. ഇപ്പം അയ്യപ്പസ്വാമിയുടെ അടുത്ത് ശബരിമല ചെല്ലുമ്പോ തന്നെ തത്വമസി എന്ന് എഴുതിയിട്ടുണ്ട് അല്ലെ. തത് ത്വം അസി. തത് എന്ന് വെച്ചാൽ അത്, ത്വം നീ, അസി ആകുന്നു, അത് നീ തന്നെ ആകുന്നു എന്ന് വെച്ചാൽ നീയും ഞാനും ഒന്ന് തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതൊക്കെ മനസ്സിലാകണമെങ്കിൽ എൻ്റെ ഉള്ളിലിരിക്കുന്ന ആ ആത്മാവ്, പരമാത്മാവ്, നമ്മളെല്ലാവരെയും ഒരുപോലെ വേണം കാണാൻ. മനസ്സിലായി? ആ ഒരു രീതിയിലൊക്കെ പോകണമെങ്കിൽ നമ്മൾ ഗുരുവിനെ സ്വീകരിക്കണം. ആ ഗുരുവിനെ സ്വീകരിച്ച് ഒരു നാമം ജപിച്ച് നമ്മൾ ആ ഭഗവാനിൽ ചെന്നെത്തണം. ഭഗവത്ഗീത പറയുന്നുണ്ട്, അന്തകാലേച്ച മാമേവ സ്മരേ മുക്ത്വാ കളേവരം എന്ന് വെച്ചാൽ അന്ത്യകാലത്ത് ആരാണോ എന്നെ സ്മരിച്ചു പോകുന്ന അർജുന,
അവൻ എന്നിൽ വന്ന് ലയിക്കും എന്ന് വെച്ചാൽ ഇനി ഒരു ജന്മം ഇല്ല. അതുപോലെ തന്നെ പിന്നെ അത് കഴിഞ്ഞുള്ള ഒരു ശ്ലോകം, അത് 8ാമത്തെ അധ്യായത്തിൽ 5-6 ശ്ലോകങ്ങൾ. 6ാമത്തെ ശ്ലോകം യം വാപി സ്മരൻ ഭാവം ത്യജന്തത്തെ കളയവർ എന്ന് പറയും. അല്ലെങ്കിൽ നീ എന്ത് ഭാവം ചിന്തിച്ചോണ്ടാ നീ ഈ ശരീരം വെടിയുന്നേ, അതായിട്ടായിരിക്കും അടുത്ത ജന്മം നിനക്ക് കിട്ടുന്നത്. അപ്പൊ ഈ ശരീരം വിട്ടാൽ ആത്മാവാണ്. ആത്മാവ് നമുക്ക് കാണാൻ പറ്റില്ല, അതൊരു മുടിനാര് പോലെന്നാണ് തത്വദർശിനികൾ പറയുന്നത്. എന്ന് വെച്ചാൽ ആചാര്യന്മാര് പറയുന്നത്, ജ്ഞാനികള് പറയുന്നത്. അപ്പൊ ആത്മാവിനെ ഇപ്പൊ ഒരാൾ മരണപ്പെട്ടാൽ തന്നെ ശരീരം അവിടെ കിടപ്പുണ്ട്. ഇപ്പൊ രാമായണ മാസം കഴിഞ്ഞല്ലേ, ഇപ്പൊ ഈയിടെ രാമായണത്തിനകത്തുണ്ടായിരുന്നല്ലോ, താര കിടന്ന് കരയുമ്പം ബാലി മരിച്ചു കിടക്കുന്ന കാണുമ്പോ അപ്പൊ താരയോട് ശ്രീരാമചന്ദ്രൻ ചോദിക്കും, നീ ആരെ ഉദ്ദേശിച്ചാ കരയുന്നേ? ശരീരമാണെങ്കിൽ അവിടെ ഉണ്ട്, ജീവനാണ് ശരീരമാണെങ്കിൽ അവിടെ ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പം ആ ജീവൻ പോയപ്പം ആ ശരീരം ജഡമായി, ആ ചൈതന്യം പോയപ്പം സച്ചിത് ആനന്ദം എന്നൊക്കെ നമ്മൾ പറയത്തില്ല, ആ ചൈതന്യം അല്ലെങ്കിൽ ആ സത്ത്, തമിഴര് പറയുന്നത് സത്ത് പോയെന്നാണ് തമിഴര് പറയുന്നത്. സത്താണ് ശരി, നമ്മൾ മലയാളികൾ കളിയാക്കും അവരെ, ചത്ത് പോയി. ചത്തല്ല, ശരിക്കും അത് സത്താണ് പോയത്. അപ്പൊ സത്ത് പോയെങ്കിൽ അതാണ് ശരിയായിട്ടുള്ള ഇത്. അപ്പം നമ്മൾ ആ ഗുരുവിനെ സ്വീകരിച്ച് ഓരോ കാര്യങ്ങളും അറിഞ്ഞ് നമ്മൾ മുന്നോട്ട് പോകണം. ഇനിയൊരു ജന്മം ഇല്ലാന്ന് വരണമെങ്കിൽ സമയമെടുക്കും, പക്ഷെ നമുക്ക് അതായിരിക്കും, നമുക്ക് ആ ഭഗവാൻ സ്മരണയെ മുന്നോട്ട് പോകാൻ പറ്റും. ആ നാമജപം, ഭഗവാന്റെ കഥകളൊക്കെ കേട്ട് പക്ഷെ നമ്മുടെ ലൈഫ് നമുക്ക് എൻജോയ് ചെയ്ത് തന്നെ പോകാം, അതിലൊന്നും ഒരു കുഴപ്പമില്ല. പക്ഷെ ലക്ഷ്യം എവിടാണ് അത് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. അപ്പൊ ഇതൊക്കെ കുറെ കാര്യങ്ങളാണ് ഗുരു പൂർണിമയെ കുറിച്ച് നമ്മൾ പറഞ്ഞു വന്ന, ഗുരുക്കന്മാരെ കുറിച്ചും എല്ലാം തന്നെ. അപ്പം നമുക്ക് മനസ്സിലാക്കണം, ഒരു സാധാരണക്കാരിയായ മുക്കുവ സ്ത്രീയിൽ ജനിച്ച് അസാധാരണമായ അറിവ് പകർന്ന് ലോകത്തിന് വെളിച്ചം തന്നെ ആ വ്യാസ മഹർഷിയെ ലോകം മൊത്തം പ്രണമിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലെ. ആ മഹർഷിമാര് നമുക്ക് ഈ ജ്ഞാനം തന്നോണ്ടല്ലേ, പങ്കുവെക്കാനുള്ള ഒരു ശീലം ഉണ്ടായോണ്ടല്ലേ ഇന്ന് നമുക്ക് ഇത്രയും ഗ്രന്ഥങ്ങൾ കിട്ടിയേ. ഇവരിതൊന്നും എഴുതി വെക്കത്തില്ലായിരുന്നെങ്കിൽ നമുക്കിതൊക്കെ കിട്ടുമായിരുന്നോ അല്ലെ. പിന്നെ എല്ലാ വർഷവും നമ്മൾ ഭാഗവതം വായിക്കുന്നു, രാമായണം വായിക്കുന്നു, നാരായണീയം വായിക്കുന്നു. അതേസമയം ഒരിപ്പം വേറെ ബുക്കുകൾ ഇപ്പം മഹിളാരത്നോ അല്ലെ വനിതയോ 1-2 വട്ടം വായിക്കും, പിന്നെ വായിക്കത്തില്ലല്ലോ ഒരെണ്ണം തന്നെ. ഇത് നമ്മൾ പിന്നെ എന്തുകൊണ്ടാണ് വായിക്കുന്നത്? നമ്മളിൽ മാറ്റങ്ങൾ വരികയാണ് ചെയ്യുന്നത്. അതാണ് ശാസ്ത്രത്തിനുള്ള വലിയൊരു ഉപയോഗം എന്ന് പറയുന്നത്. നമ്മൾ പഠിച്ച് അതനുസരിച്ച് ജീവിച്ചു പോയാണ് ചെയ്യേണ്ടത്. അല്ലാതെ രാമായണം എന്ന് പറഞ്ഞാൽ ഭാഗവതം എന്നൊക്കെ പറയുന്നത് വയസ്സ് ചെന്നിട്ട് നമുക്ക് പഠിക്കാനുള്ളതല്ല. നമ്മൾ ആ കൊച്ചിലേ തൊട്ട് ശ്ലോകങ്ങൾ ചൊല്ലി പോവുക. കുറച്ചുകൂടെ വലുതാകുമ്പോൾ നമുക്ക് തന്നെ ഇതിൽ എന്താണെന്ന് അറിയാനുള്ള താല്പര്യം, ജിജ്ഞാസ വരികയും അത് പഠിച്ച് അതനുസരിച്ച് ജീവിച്ചു പോയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഋഷീശ്വരന്മാർ ഇതെല്ലാം, വേദവ്യാസ മഹർഷിയാണ് ഇതെല്ലാം തന്നെ നമുക്ക് തന്നെ. അപ്പൊ ഇത്രയും ഗ്രന്ഥങ്ങളെല്ലാം ആ മഹർഷിയുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മൾക്ക് കിട്ടിയത്. മാത്രമല്ല ഒരു ശ്ലോകം തന്നെ ഉണ്ടല്ലോ, അത് വിഷ്ണു സഹസ്രനാമത്തിലെ പ്രാരംഭത്തിൽ വരുന്നേ, വ്യാസായ വിഷ്ണു രൂപായ വ്യാസരൂപായ വിഷ്ണവേ എന്ന് വെച്ചാൽ വ്യാസൻ തന്നെയാണ് വിഷ്ണു, വിഷ്ണു തന്നെയാണ് വ്യാസൻ. അപ്പം വിഷ്ണു ഭഗവാന്റെ അവതാരം തന്നെയാണ് വ്യാസ മഹർഷി അല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാം പറഞ്ഞ വാക്കുകളെല്ലാം ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും